എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ ഒരു ന്യൂ ഇയർ ആശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹപൂർണ്ണമായ പുതുവത്സര ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. അപ്പോൾ ഈ പുതുവത്സര ആശംസയോട് അനുബന്ധിച്ച് ഒരു നെഗറ്റീവ് കാർട്ടൂൺ വേണ്ട, എന്നൊരു പോസിറ്റീവ് കാർട്ടൂൺ തന്നെ അവതരിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള വാർത്തകളെല്ലാം അതിനെതിരാണ്. നെഗറ്റീവ് വാർത്തകൾ തന്നെ ഉള്ളൂ നമ്മുടെ ചുറ്റിനും. നമുക്ക് അറിയാം, ഇപ്പോൾ മറ്റേ പെരിയ ഇരട്ടക്കൊലക്കേസിൽ 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായിട്ട് വെട്ടിക്കൊന്നതിൻ്റെ ശിക്ഷ വിധിച്ചത് 14 CPM പ്രവർത്തകർ അതിനകത്ത് പ്രതികളാണ്. അത് മുൻ MLA അടക്കം ലോക്കൽ കമ്മിറ്റി നേതാക്കളടക്കം 14 പ്രതികളാണ്. 10 പേരെ വെറുതെ വിട്ടു, സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഇത് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നത് ഓരോ ദിവസം തോറും ക്രമസമാധാന നിലയുടെ അങ്ങ് നെല്ലിപ്പലവ് കാണുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും മറ്റേ കോടതി പോയി CBI വന്നു കഴിഞ്ഞിട്ട്, അതാണ് CBI വരുന്നതിനെതിരെ ഈ മറ്റേ നവീൻ ബാബു കൊലക്കേസിൽ CBI വരുന്നതിനെതിരെ ഇവർ ഇത്ര കിടന്ന് ഹാലളകുന്നതിൻ്റെ കാര്യം ഇത്. 1,87,00,000 രൂപ കൊടുത്തിട്ടാണ് ഈ CBI വരാതിരിക്കാനായിട്ട് ഇവർ വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിച്ചത്. പക്ഷേ എന്നിട്ടൊന്നും അതുകൊണ്ട് ഗുണപ്പെട്ടില്ല. ആ പൈസ നമ്മുടെ ഖജനാവിൽ നിന്ന് പോയെന്നല്ലാതെ കുറച്ച് ഒരു പിടി ഈ കൊലപാതകൾക്ക് വേണ്ടിയിട്ട് കേരള ഖജനാവിലെ പണമെടുത്താണ് ഈ സർക്കാർ ഈ CBI വരാതിരിക്കാനായിട്ട് പൈസ മുടക്കിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ഗുണപ്പെട്ടില്ല. ഇതിപ്പോൾ CBI കോടതിയിൽ വിധി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും ഇനി മേൽക്കോടതിയിൽ ഇനി അപ്പീൽ പോകുമെന്നാണ് EP ജയരാജനെ കണക്കുള്ള മുതിർന്ന CPM നേതാക്കൾ പറയുന്നത്. അതായത് പൈസ ധാരാളം ഖജനാവിലുണ്ടല്ലോ. അവിടെ പട്ടിണി പാവങ്ങൾക്ക് റേഷൻ കൊടുത്തില്ലെങ്കിലും ഇവന്മാരെ വിടാനായിട്ടുള്ള വാദിക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റുമാർക്ക് കൊടുക്കാനായിട്ട് ഖജനാവിൽ ധാരാളം പൈസയുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ AK ബാലൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് ഈ കൊലപാതകമായിട്ട് ഈ സമയത്തും പാർട്ടിക്ക് ഈ കൊലപാതകമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് AK ബാലൻ പറയുന്നത്. നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊന്നിട്ടും അവരിതുവരെ സമ്മതിച്ചിട്ടില്ല. പാർട്ടിയാണ് കൊന്നതെന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. നിയമസഭ തല്ലിപ്പൊളിക്കുന്നത് ലോകം മുഴുവൻ ഓൺ ദ സ്പോട്ടിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് പോലും ഇവർ സമ്മതിച്ചിട്ടില്ല ഇതുവരെ അത് ചെയ്തു എന്നും. അങ്ങനെ പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് AK ബാലൻ പറയുന്നത്. CPM ആരെയും നോവിക്കുന്ന പാർട്ടിയല്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്തൊരു വിരോധാഭാസവും എന്തൊരു ഉളുപ്പില്ലായ്മയാണ് ഈ പറയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. എന്നിട്ട് പിന്നൊരു വാചകമുണ്ട്, ഈ ആരെ പാർട്ടി കൊന്നാലും പാർട്ടി പറയുന്നത് പാർട്ടി ഈ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബത്തോടൊപ്പമാണ്. ഈ ഉളുപ്പില്ലാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പാര വയ്ക്കുന്നത്. അതായത് ഈ നവീൻ ബാബുവിനെ കൊന്ന സമയത്തും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടന്നത്. എന്നിട്ട് CBI അന്വേഷണത്തിന് കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരായിട്ട് നിലകൊണ്ട ആൾക്കാരാണ് ഇവർ. അതേപോലെ തന്നെ ഇടുക്കിയിലെ മറ്റൊരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത കേസിൽ ഇവർ പറയുന്നത് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണെന്നാണ് പറയുന്നത്. ഇവരുടെ ഈ പാർട്ടി നേതാക്കൾ മറ്റേ സഹകരണ ബാങ്കിലെ പണം അടിച്ചു മാറ്റിയതാണ് അവിടെ വിഷയം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരാണ് സകല ഇതിനും പിന്നിൽ, ഈ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ. പിന്നെ എന്നിട്ടിപ്പോൾ ലാസ്റ്റ് പെരിയയിൽ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാർക്കെതിരെ അവർ സൈബർ ആക്രമണം നടക്കും ഇപ്പോൾ മരണശേഷം, ഇവരുടെ ഈ സൈബർ കടന്നലുകൾ. അപ്പോൾ മരണം ഇരുന്ന് വാങ്ങിയതെന്നാണ് അവർ പറയുന്നത്. മരണം ഇരുന്നാൽ കൊടുക്കാനായിട്ട് ഇവരങ്ങ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവരാണോ ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് നിയമം നടപ്പാക്കുന്നത്, പോലീസും കോടതിയൊക്കെ ഈ മരണം ഇരുന്നാൽ ഉടനെ അങ്ങ് അനുവദിച്ചു കൊടുക്കാനായിട്ട്? ഈയിടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് നമ്മുടെ ME ഗോവിന്ദൻ പറഞ്ഞത്, പാർട്ടി അണികൾ പോലീസിൽ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അതിന് അനുകൂലമായ നടപടി പോലീസിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ നിങ്ങളങ്ങ് ഇടപെട്ടോളാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്നൊന്നും അല്ല ഇനി നടക്കും. ഞാനിത് നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ലൈസൻസ് അണികൾക്ക് അങ്ങ് കൊടുത്തിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട്. പോലീസിനെ വേണമെങ്കിലും കൈകാര്യം ചെയ്തോളാൻ അനുവദിക്കുകയാണ്. എന്നിട്ട് ME ഗോവിന്ദൻ പറഞ്ഞ ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ, ജീവഭയം കൊണ്ട് പേര് വെളിപ്പെടുത്താനാകാത്ത ചില പാർട്ടിക്കാർ പാർട്ടിക്കെതിരെ പരാതി എനിക്ക് തന്നു എന്നാണ്. അതായത് പാർട്ടിയിലെ അണികൾക്ക് തന്നെ അറിയാം അവർക്കെതിരെ നേതൃത്വത്തിനെതിരെ പറഞ്ഞാൽ അവർക്ക് ജീവഭയം ഉണ്ടാകുമെന്ന്.
അതാണ് പാർട്ടി അംഗങ്ങളെ പോലും ഭരിക്കുന്ന വികാരം. അതായത് പേടിപ്പിക്കുക. പാർട്ടിക്കെതിരെ പരാതി പറഞ്ഞാൽ അവരെ തട്ടും എന്ന് അവർക്ക് നല്ല വിശദമായിട്ട് അറിയാം. അത് സംസ്ഥാന സെക്രട്ടറി വിളിച്ചിട്ട് പറയുകയാണ്. എനിക്ക് ഇങ്ങനെ മറ്റേ പേര് വെളിപ്പെടുത്താനാകാത്ത ചില സഹാക്കൾ എനിക്ക് പരാതി തന്നിട്ടുണ്ട് പാർട്ടിക്കുള്ളിലെ അസാൻമാർഗിക പ്രവർത്തനങ്ങളെ പറ്റിയെന്ന്. ഇത് ഇങ്ങനെ പേര് വെളിപ്പെടുത്താൻ പാർട്ടിക്കുള്ളിലെ അണികൾക്ക് പോലും, അതായത് മറ്റേ ഇവരുടെ ലോക്കൽ നേതാക്കന്മാർക്ക് പോലും പേടിയാണെന്ന് എം.വി. ഗോവിന്ദൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ മറ്റേ വെഞ്ഞാറമൂട് 2 DYFI പ്രവർത്തകരെ കൊന്നതിന് ഇവർ വലിയ പുകലുണ്ടാക്കി യൂത്ത് കോൺഗ്രസ്സുകാരെ കൊന്നതെന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയതാണ്. ഈ എ റഹീം ഉൾപ്പെടെ വലിയ പ്രസംഗമൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് 7 DYFIക്കാരെയാണ് കൊലപാതക ശ്രമത്തിന് വധശ്രമത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവരുടെ പരിപാടി. എല്ലാം ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവൻ്റെ തല പഴി ചാരുക, ഇവർ പുണ്യാളം ചാമുക. ഒരു വർഷം കൊണ്ട് സ്വന്തം കാലം നിൽക്കുന്ന കേരളത്തിനെ ഉണ്ടാക്കുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. എങ്ങനെ അതിനോടകത്ത് ഇവർ ബാക്കിയുള്ളവരുടെയൊക്കെ കാല് വെട്ടിക്കളയുമല്ലോ, പിന്നെ എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്ന കേരളം ഉണ്ടാക്കുന്നത്? ഇങ്ങനെ ഈ കാശിന് വിലയില്ലാത്ത ഈ ഡെമ്പോ അടിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നല്ലാതെ ഒന്നും നടക്കത്തില്ല. അപ്പം നമ്മൾ ഈ പുതുവർഷത്തിൽ നമ്മൾ ഈ വരയ്ക്കുന്ന കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയാണ്. അതായത് കാലം പോലും നാണിച്ചു പോകും. നമ്മൾ നിരവധി കാർട്ടൂണുകൾ ഈ CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും നിരവധി കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ പുതുവർഷത്തിലും ഇത് വരയ്ക്കാതിരിക്കാൻ പറ്റുന്നില്ല. പുതുവർഷത്തിൽ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറയുമെങ്കിലും നമ്മുടെ ഈ വർഷം ഹാപ്പി ഒന്നും ആകാനായിട്ട് സാധ്യതയൊന്നുമില്ല. അത് ഇവരുടെ ഈ സ്വഭാവം ഇവരൊരിക്കലും മാറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കാലം പോലും അന്താളിച്ച് നിൽക്കുകയാണ്. ഇവരുടെ ഒരു സമാന്തര യമധർമ്മന്മാരാണ് ഇവന്മാരെല്ലാവരും. അപ്പോൾ അത് കണ്ടുകൊണ്ട് കാലം പോലും അതിശയിച്ച് അന്തം വിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് കാർട്ടൂണിലേക്ക് കടക്കാം. കാർട്ടൂൺ ഇഷ്ടമായെങ്കിൽ പുതുവർഷത്തിൽ എല്ലാവരും ഒന്ന് സഹകരിച്ച് ചാനലിൻ്റെ വിസിബിലിറ്റി ഒന്ന് കൂട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം. അതായത് ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിച്ച് ഇങ്ങനെ ഒരു കാർട്ടൂൺ പങ്ക്തി ഉള്ള ചാനൽ വേറെ ഇല്ല. മലയാളത്തിലല്ല എന്നല്ല, ഇംഗ്ലീഷിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ റയറായിട്ടുള്ള ഈ ഒരു കാർട്ടൂൺ ചാനൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഒരുപാട് രാഷ്ട്രീയ കോമരങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ഒരു കാരണമാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
കാർട്ടൂൺ ഇഷ്ടമായെങ്കിൽ പുതുവർഷത്തിൽ എല്ലാവരും ഒന്ന് സഹകരിച്ച് ഈ മറ്റേ ചാനലിൻ്റെ വിസിബിലിറ്റി ഒന്ന് കൂട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം. അതായത് ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിച്ച് ഇങ്ങനെ ഒരു കാർട്ടൂൺ പങ്ക്തി ഉള്ള ചാനൽ വേറെ ഇല്ല. മലയാളത്തിലല്ല എന്നല്ല, ഇംഗ്ലീഷിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ റെയറായിട്ടുള്ള ഈ ഒരു കാർട്ടൂൺ ചാനൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ മറ്റേ ഒരുപാട് ഈ രാഷ്ട്രീയ കോമരങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ഒരു കാരണമാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.